Hello, our next topic is Cauchy's residue theorem. So first the statement of Cauchy's residue theorem. If f of z is analytic at all the points inside and on a simple closed contour C except at a finite number of singular points inside C, then integral over C f of z dz is equal to 2 pi I into sum of the residues at the poles inside C. That is integral over C f of z is equal to 2 pi I into, we write it as sigma n equal to 1 to infinity residue of f of z. That is, if f of z is analytic at all the points inside and on a simple closed contour, അകത്തും കോണ്ടൂറിൻ്റെ ആ ബോർഡറിലും ബൗണ്ടറിയിലും എഫ് ഓഫ് z അനലിറ്റിക് ആണ് എക്സെപ്റ്റ് at a finite number of singular points inside C. ആ കോണ്ടൂറിനുള്ളിൽ കുറച്ച് സിംഗുലർ പോയിന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക് ആയാൽ ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എഫ് ഇസഡിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 pi I ഇൻറ്റു സം ഓഫ് ദി റെസിഡ്യൂസ് അറ്റ് ദ പോൾസ് ഇൻസൈഡ് സി. അകത്തുള്ള ഓരോ പോൾസിൻ്റെയും ദാറ്റ് ഈസ് ഇൻസൈഡ് സം ഫൈനൈറ്റ് നമ്പർ ഓഫ് സിംഗുലർ പോയിന്റ്സ് എന്ന് പറഞ്ഞു. അകത്ത് കുറച്ച് സിംഗുലർ പോയിന്റ്സ് ഉണ്ട്. ആ ഇൻസൈഡ് പോയിന്റ്സിൽ ആ സിംഗുലർ പോയിന്റ്സ് പോൾസിൽ റെസിഡ്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ റെസിഡ്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 pi I ഇൻറ്റു സം ഓഫ് ദി റെസിഡ്യൂസ്, എത്ര റെസിഡ്യൂസ് കിട്ടുന്നു അതിൻ്റെ സം എടുക്കുന്നു ഇൻറ്റു 2 pi I, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. സോ ദിസ് ഈസ് Cauchy's residue theorem. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. Okay, now the first question, evaluate integral over C e raised to z by z plus 1 the whole square dz where C is modulus of z minus 1 is equal to 3. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ നമ്മൾ Cauchy's ഇൻ്റഗ്രൽ തിയറത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഇൻ്റഗ്രൽ തിയറം യൂസ് ചെയ്ത് ചെയ്യാം. സോ നമ്മൾ മൊഡ്യൂൾ അത് തേർഡ് മൊഡ്യൂൾ ഫോർത്ത് മൊഡ്യൂളാണ്, ഇത് ഫിഫ്ത്ത് മൊഡ്യൂളാണ്. അപ്പോൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ വരുമ്പോൾ നമ്മൾ Cauchy's ഇൻ്റഗ്രൽ തിയറം യൂസ് ചെയ്യുക, ഫിഫ്ത്ത് മോഡ്യൂളിൽ വരുമ്പോൾ Cauchy's റെസിഡ്യൂ തിയറം യൂസ് ചെയ്യുക. അപ്പോൾ റെസിഡ്യൂ തിയറം യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഈ റെസിഡ്യൂ തിയറം യൂസ് ചെയ്തേ ഇത് ചെയ്യാവൂ. സോ നമുക്ക് ഇവിടെ എന്താ ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ സി ഈ സർക്കിൾ തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് z മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 ആണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി സിംഗുലർ പോയിന്റ്സ്. ഓക്കെ, ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി സിംഗുലർ പോയിന്റ്സ്. For singular points we have to substitute the denominator as 0. That is, for singular points we have z plus 1 the whole square is equal to 0. Denominator 0 ക്ക് equate ചെയ്തു. So we get 2 points z equal to, that is z plus 1 the whole square equal to 0 implies z equal to minus 1 ഇതാണ്. അപ്പോൾ രണ്ട് പോയിന്റ്സ് വരുന്നു, സെയിം ആണ്. സോ z equal to minus 1 ആണ് ഇവിടുത്തെ പോൾ. അപ്പോൾ z equal to minus 1, therefore z is equal to minus 1 is a pole. What is the order of this pole? Pole of order 2, z plus 1 the whole square ആണ്. So we get a pole z equal to minus 1 and the order of that pole is 2. Is a pole of order 2. Okay, അപ്പോൾ order 2 ആയാൽ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് what is the next step? We have to find out the residue at this pole. z equal to minus 1 എന്ന പോയിന്റിൽ റെസിഡ്യൂ കാണുക. Now residue of f of z at z is equal to minus 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് എന്ത് പോളാണ്? ഓർഡർ 2 ആണ്. ഓർഡർ 2 ആകുമ്പോൾ ഓർഡർ എമ്മിൻ്റെ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓർഡർ എമ്മിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ ഓർഡർ എമ്മിൻ്റെ ഫോർമുല? 1 by m minus 1 factorial into limit z tends to a d raised to m minus 1 by d z raised to m minus 1 z minus a the whole raised to m into f of z. This is the formula for finding the residue at a pole of order 2. Sorry, pole of order m. So here we have the pole of order 2. So 1 by m minus 1. M in the value എന്താ? Here m is equal to 2. So 1 by 2 minus 1. 1 by 2 minus 1 factorial. 1 by 2 minus 1 factorial into limit z tends to, what is a? A is minus 1. Z tends to minus 1, then d raised to m minus 1 by dz raised to m minus 1. What is m minus 1? M minus 1 is 1. So we have d by dz. Only d by dz is here into z minus a the whole raised to m. That is z minus of minus 1. That is z plus 1 the whole raised to m. M is 2. So z plus 1
the whole square into f of z. F of z is the given function, that is e raised to z by z plus 1 the whole square. Okay. Now z plus 1 the whole square and z plus 1 the whole square get cancelled. Now this is equal to 1 by 2 minus 1 factorial is 1 factorial. What is 1 factorial? 1 factorial is 1 itself. So limit z tends to minus 1 d by dz of e raised to z. What is d by dz of e raised to z? D by dz of e raised to z is e raised to z itself. So I am writing e raised to z here. So this is equal to, now putting the limit z equal to minus 1, we get e raised to minus 1. So residue of f of z at the point z equal to minus 1 is e raised to minus 1. Now I am going to apply the Cauchy's residue theorem. What is the formula? Integral over c f of z dz. I am writing here. Now by Cauchy's residue theorem, integral over c f of z dz is equal to, what is the formula? 2 pi I into sum of the residues. Residue of f of z n equal to 1 to infinity. So this is the formula. Here therefore integral over c, that is integral over c e raised to z by z plus 1 the whole square dz is equal to 2 pi I into, we have only one residue e raised to minus 1. Okay, one residue. So that e raised to minus 1. If residues we have to take the sum. Here only e raised to minus 1 is here. So I am writing e raised to minus 1. So this is equal to 2 pi I divided by e. E raised to minus 1 is 1 by e. So this is the final answer. Okay. Now the next question, evaluate integral over c cos pi z square plus sin pi z square divided by z minus 1 the whole square into z minus 2, where c is modulus of z is equal to 2. Now, singular points. Singular points are, singular points? Singular points are, direct singular points are z equal to, here it is z equal to 1. Z equal to 1 and z equal to 2. Two singular points are. Denominator 0 equate to, we get two singular points, z equal to 1 and z equal to 2. And z equal to 1 is a pole of order 2 and z equal to 2 is a simple pole. So here z equal to 1 is a pole of order 2 and z equal to 2 is a pole of order 1, is a simple pole. Okay, now we have to find out the residue at the poles. ഇനി നമുക്ക് നോക്കേണ്ടത് z equal to 1 and z equal to 2 ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ സർക്കിളിന് ഉള്ളിൽ കൊടുക്കുക. z equal to 1 ഉം 2 ഉം സർക്കിളിന് ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ z equal to 1 ഇവിടെ കൊടുക്കുമ്പോൾ 1 is less than 3 and z equal to 2 here also 2 is less than 3. ലെസ് ദാൻ ആണോ ഇൻസൈഡ് പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം റെസിഡ്യൂ കണ്ടുപിടിക്കാൻ. ഔട്ട്സൈഡ് പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ റെസിഡ്യൂ, ആ പോളിൻ്റെ റെസിഡ്യൂ നമുക്ക് വേണ്ട. ഇൻസൈഡ് പോയിന്റ് ആണെങ്കിൽ മാത്രം നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ ബോത്ത് ദീസ് പോൾസ് ആർ inside our given circle, mod z equal to 3. Okay, so we have to find out the residues. Okay, so first we have to find out the residue at z equal to 1. Now residue of f of z at z is equal to 1 is equal to, it is a pole of order 2, so 1 by 2 minus 1 factorial into limit z tends to 1 d by dz of z minus 1 the whole square into f of z is cos pi z square plus sin pi z square divided by z minus 1 the whole square into z minus 2. Okay, now here z minus 1 the whole square, z minus 1 the whole square cancel ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? d by dz of this function. So we have to find the derivative. Derivative നോക്കാം, എന്താന്ന് നോക്കാം. So this is equal to 1 by 1 factorial, limit z tends to 1.
So we have to take the derivative. Derivative എന്താ quotient rule ആണ് apply ചെയ്യേണ്ടത്. u by v form ആണ്. So denominator into derivative of numerator, that is denominator is z minus 2 into derivative of numerator cos pi z square. Derivative of cos pi z square is minus sin pi z squared into, now we have to take the derivative of pi z square, that is 2 pi z. Then plus derivative of this sin pi z square is cos pi z squared into 2 pi z. Okay, denominator into derivative of numerator minus numerator into derivative of denominator. Numerator is cos pi z square plus sin pi z square into derivative of denominator. Derivative of denominator is 1. Z is equal to z minus 1 into derivative 1 ആണ്. So അവിടെ അത് കഴിഞ്ഞു. Divided by denominator square, that is z minus 2 the whole square. ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ലിമിറ്റ് കൊടുത്ത് നോക്കാം. z equal to 1 ഡയറക്റ്റായിട്ട് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സിംപ്ലിഫിക്കേഷൻ വേണ്ട. ഡയറക്ട്ലി ഐ എം ഗോയിങ് ടു അപ്ലൈ ദ ലിമിറ്റ്. സോ ഹിയർ 1 minus 2. 1 minus 2 is minus 1. Minus 1 into, ഇതെന്താ വരിക? z പൈ കൊടുക്കുമ്പോൾ sin pi. What is the value of sin pi? Sin pi is 0. We know that that is 0. So minus 1 into 0 plus cos pi z square. When we put z equal to 1, we get cos pi. The value of cos pi is minus 1 into 2 pi z. That is z is 1. So 2 pi into minus 1, that is minus 2 pi. Minus, here we get cos pi. Again cos pi is minus 1. Minus 1 into sin pi is 0. So divided by z minus 1 to the z minus 2 the whole square, that is 1 minus 2 the whole square, that is minus 1 square, that is 1. Okay. Now this is equal to, while opening the bracket we get minus into minus is plus, so 2 pi minus into minus is 1, so 2 pi plus 1. So this is the residue of z is equal to residue at the point z equal to 1. So I am writing here residue of f of z at z equal to 1 is equal to 2 pi plus 1. Okay, ഇത് ഇവിടെ നോട്ടെ. ഇനി നമുക്ക് z equal to 2 ന്റെ റെസിഡ്യൂ നോക്കാം. 2 pi plus 1 കിട്ടി. Now residue of f of z, residue of f of z at z is equal to 2. z equal to 2 എന്ത് പോളാണ്? z equal to 2 is a simple pole. അപ്പോൾ സിമ്പിൾ പോൾ ആയതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഫോർമുല, നമ്മൾ സിമ്പിൾ പോളിന് 2 ഫോർമുല പഠിച്ചു. അതിലെ ഫസ്റ്റ് ഫോർമുല ഇവിടെ യൂസ് ചെയ്യാണ്. ഫസ്റ്റ് ഫോർമുല എന്താ? റെസിഡ്യൂ ഓഫ് f of z at z equal to a is equal to limit z tends to a z minus a into f of z. That is residue of f of z at z equal to a is limit z tends to a z minus a into f of z. ഇതാണ് നമ്മൾ സിമ്പിൾ പോളിന് ആദ്യം പഠിച്ച ഫോർമുല. ഈ ഫോർമുല ഞാൻ ഇവിടെ യൂസ് ചെയ്യാണ്. സോ റെസിഡ്യൂ ഓഫ് f of z at z is equal to 2 is equal to limit z tends to 2 z minus 2 into f of z എന്തായിരുന്നു? cos pi z square plus sin pi z square divided by z minus 1 the whole square into z minus 2. ഇതായിരുന്നു നമ്മുടെ f of z. So f of z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. z minus 2 ക്യാൻസൽ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. z equal to 2 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? cos pi into z square. z ന് 2 കൊടുക്കുമ്പോൾ cos 4 pi plus again here it is sin 4 pi divided by z ന് 2 കൊടുക്കുമ്പോൾ 2 minus 1 the whole square. Okay, what is cos 4 pi? Cos 4 pi നിങ്ങൾക്ക് എല്ലാം അറിയാം. cos 4 pi is 1 plus sin 4 pi. Sin 4 pi, the value of sin 4 pi is 0. So 1 by 2 minus 1 the whole square, that is 1. So 1 by 1, that is equal to 1. So we get residue of f of z at z equal to 2 is equal to 1. അപ്പോൾ നമുക്ക് 2 റെസിഡ്യൂസും കിട്ടി. ഇനി നമുക്ക് കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാം. കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് നോക്കാം. Now by Cauchy's residue theorem, integral over c f of z dz is equal to 2 pi I into sum of the residues at f of z.
That is 2 pi I into നമ്മുടെ റെസിഡ്യൂസ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ 2 pi plus 1. ഫസ്റ്റ് വൺ 2 pi plus 1. രണ്ടാമത്തെ റെസിഡ്യൂ 1 ആയിരുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 pi I into 2 pi plus 2. ഇതായിരുന്നു കിട്ടിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോമൺ ഔട്ട് എടുത്താൽ എന്താ വരിക? 2 pi I into pi plus 4 pi I into pi plus 1. So this is the final answer. Okay, thank you.